ഭരതനാട്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ മോഹിനിയാട്ടം എന്ന സിനിമയുടെ റിലീസിന് മുന്നോടിയായി സംവിധായകരായിട്ടുള്ള തരുൺ മൂർത്തിയുടെയും മിഥുൻ മാനുവൽ തോമസിന്റെയും റിവ്യൂസ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. സിനിമകൾ റിലീസിന് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരു സംശയം ജനിപ്പിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. വേറൊന്നും കൊണ്ടല്ല, കുറച്ചു കാലം മുന്നേയൊക്കെ പലരും പല സിനിമകളെയും കുറിച്ച് റിലീസിന് മുന്നേ വാതോരാതെ സംസാരിച്ചിട്ട് അത്തരം സിനിമകൾ മൊത്തത്തിൽ പൊളിഞ്ഞു പാളീസാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മോഹിനിയാട്ടത്തിന്റെ കാര്യത്തിൽ ഈ രണ്ട് സംവിധായകരും തള്ളിയതല്ല എന്ന് ഉറപ്പിച്ചു പറയാം. എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞോ അതെല്ലാം ചെയ്തിട്ടുള്ള ഒരു മികച്ച സീക്വലാണ് മോഹിനിയാട്ടം. ആദ്യത്തെ സിനിമയുടെ ജോണറിൽ നിന്ന് വളരെ സ്മൂത്തായിട്ട് ഡാർക്ക് കോമഡിയിലേക്ക് പടം പോകുന്നുണ്ട്. ആദ്യത്തെ സിനിമയേക്കാൾ സംഭവ ബഹുലമായിട്ടുള്ള ഒരു തിരക്കഥ ഇത്തവണയുണ്ട്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഒന്നാം ഭാഗത്തേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു കോമഡി എന്റർടൈനറാണ് ഭരതനാട്യം 2 അഥവാ മോഹിനിയാട്ടം. ഭരതനാട്യത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങൾക്ക് ശേഷം കഥ ഇത്തവണ രുക്മിണി അമ്മയുടെ നാടായിട്ടുള്ള ശ്രീകണ്ഠാപുരത്തേക്ക് മാറുകയാണ്. ശശിധരൻ നായരും കുടുംബവും രുക്മിണി അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങി നൽകുവാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ വീട് വാങ്ങിയ ഉടനെ തന്നെ ഭരതൻ നായരുടെ ശ്രീകണ്ഠാപുരത്തെ ഒരു പഴയ സുഹൃത്തായിട്ടുള്ള ഗോവിന്ദരാജ അവിടെ വരികയും ഭരതൻ നായരെ കുറിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും. ഈ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് മോഹിനിയാട്ടത്തിൽ നമ്മൾ കാണുന്നത്. പൊതുവെ നെടുമുടി വേണുവിന്റെ ഫിൽമോഗ്രാഫിയുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കുന്ന മൂകാംബിക സിനിമാറ്റിക് യൂണിവേഴ്സ് പരിപാടിയെ രസകരമായിട്ട് ഉപയോഗിച്ച ഒരു സിമ്പിൾ കോമഡി എന്റർടൈനർ ആയിരുന്നു ഭരതനാട്യം. ടൈറ്റിൽ കഥാപാത്രമായിരുന്ന ഭരതൻ നായരുടെ ഒരു രഹസ്യം ഒരു കുടുംബം മൊത്തം നാട്ടുകാരിൽ നിന്ന് ഒളിപ്പിച്ചു വയ്ക്കുന്ന ഒരു സംഗതിയായിരുന്നു ആ പടത്തിന്റെ ഒരു കോർ എലമെന്റ്. രണ്ടാം ഭാഗമായിട്ടുള്ള മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോൾ സംവിധായകനായിട്ടുള്ള കൃഷ്ണദാസ് മുരളിയും സഹരചയിതാവായിട്ടുള്ള വിഷ്ണു ആർ പ്രദീപും ഈ ഒരു ഒളിപ്പിക്കൽ പരിപാടിയെ നിലനിർത്തുന്നുണ്ട്. പക്ഷെ അതിനെ അവർ ഇത്തവണ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള കോമിക്കലായിട്ടുള്ള ഒരുപാട് ഇവന്റുകൾ നടക്കുന്ന ഒരു ക്യാൻവാസിലാണ്. ഒന്നാമത്തെ സിനിമയിലെ അതേ കോൺഫ്ലിക്റ്റ് പുതിയ കഥാപാത്രങ്ങളിലൂടെ റിപ്പീറ്റ് ചെയ്യാൻ തിരക്കഥ ശ്രമിക്കുന്നില്ല എന്നത് ഈ പടത്തിന്റെ ഒരു പോസിറ്റീവാണ്. ഇവിടെ കോൺഫ്ലിക്ട്സ് സാമാന്യം നല്ല വ്യത്യാസമുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഹീറോ വേഴ്സസ് വില്ലൻ എന്നതുപോലെ തുടങ്ങുമെങ്കിലും ആ ഒരു സെറ്റപ്പിനും കഥ മുന്നോട്ട് പോകെ മാറ്റം സംഭവിക്കുന്നുണ്ട്. എഴുത്ത് തന്നെയാണ് ഈ സിനിമയെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. കാര്യങ്ങളിലേക്ക് കടക്കാൻ ഇത്തവണ അവർ അധികം സമയമൊന്നും എടുക്കുന്നില്ല. നിങ്ങൾ ഭരതനാട്യം നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വെച്ച് ഭരതൻ നായർ ആ ഒരു രഹസ്യം പൊട്ടിക്കുന്ന സമയത്താണ് പടത്തിൽ ആദ്യമായിട്ട് ഒരു ജെനുവിൻ ഹ്യൂമർ കയറി വരുന്നത്. എന്നാൽ മോഹിനിയാട്ടത്തിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ തന്നെ ഒരു തട്ടിപ്പ് പരിപാടിയെക്കുറിച്ചുള്ള ധാരണ നമുക്ക് കിട്ടും. എന്താണ് സംഗതി എന്ന് സ്പൂൺ ഫീഡ് ചെയ്ത് പറയാത്തത് കൊണ്ട് അത് മനസ്സിലാക്കിയെടുക്കാനും അതെങ്ങനെ ഭരതൻ നായരുമായിട്ട് കണക്ട് ആകും എന്നറിയാനും നമുക്കും ഒരു താല്പര്യം തോന്നും. ട്രെയിലറിൽ അവർ കാണിച്ചിട്ടുള്ളതുപോലെ ചില സ്ഥലത്ത് ദൃശ്യത്തിന്റെ ഒരു സ്പൂഫ് പരിപാടി പോലെയൊക്കെ തോന്നുമെങ്കിലും ഒരു റിലീജിയസ് സട്ടയറിന്റെ ഒരു ലെയർ കൂടി ഭരതൻ നായരുടെ ഹിസ്റ്ററി ഉപയോഗിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ കൃഷ്ണദാസ് മുരളിക്ക് സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഹ്യൂമർ ഉപയോഗിച്ചുകൊണ്ട് പടം സ്കോർ ചെയ്യുന്നത് രണ്ടാം പകുതിയിലാണ്. ഇതിലെ സുഭാഷ് കഥാപാത്രങ്ങളെ ഉപയോഗിച്ചതൊക്കെ നമ്മളെ നല്ല രീതിയിൽ ചിരിപ്പിക്കും. പ്രത്യേകിച്ച് അവർ മീറ്റ് ചെയ്യുന്ന സീനിലെ 7ാം അറിവ് റെഫറൻസ് ഒക്കെ കിടിലമാണ്. ഭരതനാട്യം കഥയിലെ ഇമോഷണൽ ആസ്പെക്റ്റുകളെ കുറച്ചധികം ഫോക്കസ് ചെയ്തതായിരുന്നു. കഥ അവസാനിക്കുമ്പോൾ ശശിധരൻ നായരും കുടുംബവും രണ്ടാമത്തെ കുടുംബത്തെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ പടം അവസാനിക്കുന്നത്. പക്ഷെ രണ്ടാം ഭാഗമായിട്ടുള്ള ഈ പടത്തിലേക്ക് വരുമ്പോൾ ഇമോഷണൽ പരിപാടികളെ പടം മൊത്തമായിട്ട് ഒഴിവാക്കുകയാണ്. തുടക്കത്തിൽ വരുന്ന ചില ഡയലോഗുകളും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഈ ഒരു നാടകീയതയൊക്കെ തോന്നുമെങ്കിലും അതെല്ലാം പിന്നീട് ഒരു ചിരിപ്പിക്കുന്ന മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ആയിരുന്നു. ഇതിൽ ഓരോന്ന് ഒപ്പിച്ചു വെക്കുന്ന ടീമിന്റെ സ്ട്രക്ചർ കഥ മുന്നോട്ട് പോകെ മാറുന്നത് വളരെയധികം നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു ഫോർമാറ്റിലാണ്. ഒന്നാം ഭാഗത്തിലെ പല സിഗ്നേച്ചർ സംഗതികളും ഇതിലേക്ക് വേറെ ഒരു രീതിയിൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചതും വർക്കാകുന്നുണ്ട്. ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം എന്ന് പറയുന്നത്, ഒരു സുഭാഷ് മറ്റൊരു സുഭാഷിന്റെ കഴിവിനെ കുറിച്ച് സംസാരിക്കുന്നത്, പിന്നെ ഒന്നാമത്തെ സിനിമയിലെ വെളിച്ചപ്പാടിന്റെ സെർച്ചിങ് പരിപാടിക്ക് സമാനമായിട്ട് ഈ സിനിമയിൽ വരുന്നത്, ഇതെല്ലാം രസകരമായിട്ടുള്ള കോൾ ബാക്കുകളായിരുന്നു. പെർഫോമൻസിന്റെ ഒരു സ്കോപ്പ് നോക്കുകയാണെങ്കിൽ ഇത്തവണ ഏറെക്കുറെ എല്ലാവർക്കും ഒരു ഈക്വൽ ചാൻസ് കൊടുത്തതുപോലെയാണ് വന്നിട്ടുള്ളത്. ഒന്നാം ഭാഗത്തിൽ ചില കഥാപാത്രങ്ങൾക്ക് കഥയുടെ ഒരു സ്ട്രക്ചർ കാരണം കുറച്ചധികം പ്രാധാന്യം ലഭിച്ചിരുന്നു. നന്ദു പൊതുവാളും സ്വാതിദാസ് പ്രഭുവും ഒക്കെ അവതരിപ്പിക്കുന്ന ക്യാരക്ടറുകൾ ഓൾമോസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് പോലെയും രുക്മിണി അമ്മയും ഇരട്ടകളും ഒക്കെ കുറച്ചുകൂടെ പ്രാധാന്യത്തിൽ വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ ഈ കുടുംബം മൊത്തത്തിൽ ഒരു ടീമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഈക്വൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് എല്ലാ നടീനടന്മാർക്കും ലഭിച്ചിട്ടുള്ളത്. സൈജു കുറുപ്പിന് ഇത്തവണ കുറച്ചുകൂടി പുള്ളിയുടെ സേഫ് സോണിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. കലാരഞ്ജനിക്ക് തന്റെ അഭിനയത്തിന്റെ ഹ്യൂമറിന്റെ ഒരു ഏരിയ കുറച്ചുകൂടി ഷോക്കേസ് ചെയ്യാൻ ഒരു അവസരം മോഹിനിയാട്ടം കൊടുക്കുന്നുണ്ട്. ശ്രീജ രവി, ദിവ്യ എം നായർ, ശ്രുതി സുരേഷ് എന്നിവർ അവരെ ഏൽപ്പിച്ച കഥാപാത്രങ്ങളെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സുഭാഷ് ആയിട്ട് തിരിച്ചു വന്ന അഭിരാം രാധാകൃഷ്ണൻ കോമഡി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുതിയ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിക്കുന്ന ഗോവിന്ദരാജാണ് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ. ആ റോള് പുള്ളി ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
വില്ലത്തരവും കോമഡിയും ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ഒരു പരിപാടി പുള്ളി ഗംഭീര മികവോടെ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ബേബി ജീൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ പേര് സുഭാഷ് എന്നാണ്. സീരിയസ് പരിപാടിയിൽ തുടങ്ങി കോമഡിയിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന ആ ക്യാരക്ടർ പുള്ളി വളരെ രസകരമായിട്ട് സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജഗദീഷിന് ഈ സിനിമയിലുള്ള ക്യാരക്ടർ സ്ക്രീൻ ടൈം വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു റോളാണ്. പക്ഷെ ജഗദീഷ് എന്ന നടനുമായിട്ട് ഇന്ന് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന രണ്ട് തരം പെർഫോമൻസും അദ്ദേഹത്തിന് ഈ ക്യാരക്ടറിലൂടെ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പ്രേമത്തിലെ വിമൽ സാർ പോലീസിൽ ചേർന്നാൽ എങ്ങനെയുണ്ടാകും എന്നതുപോലത്തെ ഒരു ക്യാരക്ടറാണ് വിനയ് ഫോർട്ട് ചെയ്തിട്ടുള്ള ഇതിലെ പോലീസ് റോൾ. നിസ്താർ സേട്ട്, സന്തോഷ് കെ നായർ മുതലായവരും അവരെ ഏൽപ്പിച്ച കഥാപാത്രങ്ങളെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ബ്ലാക്ക് കോമഡിയിലേക്ക് പടം സ്വിച്ച് ചെയ്തതുകൊണ്ട് സിനിമയുടെ ലെൻസിങ്ങിലും പ്രൊഡക്ഷൻ ഡിസൈനിലും ഒക്കെ അതിൻ്റെതായ ചില മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇടുങ്ങിയ വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിച്ച് കഥാപാത്രങ്ങളെ മുഴുവൻ ഒരു ഫ്രെയിമിൽ കൊണ്ടുവരുന്നത് പോലത്തെ ഒന്നിലധികം ഷോട്ടുകൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ വീടിന്റെ ഇന്റീരിയറിനും കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ എലമെന്റുകളൊക്കെ ഈ ഒരു ജോണർ ചേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ സിനിമയെ സഹായിക്കുന്നുണ്ട്. ഹ്യൂമറിന്റെ ഒന്നിലധികം ലെയറുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഭരതനാട്യത്തെക്കാൾ മുകളിൽ നിൽക്കാൻ മോഹിനിയാട്ടത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്പാനിൽ പരമാവധി ഇവന്റുകളും അതിനൊപ്പം തന്നെ നമ്മളെ ഉറക്കച്ചിരിപ്പിക്കുന്ന മൊമെന്റുകളും ഡയലോഗ് ഹ്യൂമറിലൂടെയും സെറ്റയറിലൂടെയും ക്രിയേറ്റ് ചെയ്യാൻ ഈ പടത്തിന് സാധിക്കുന്നുണ്ട്. ആകെ മൊത്തത്തിൽ ഒട്ടും ഡള്ളായിട്ടുള്ള മൊമെന്റുകളില്ലാത്ത വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഡാർക്ക് കോമഡിയാണ് ഭരതനാട്യത്തിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള മോഹിനിയാട്ടം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്